ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ മിക്സിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിട്ടില്ല ടേസ്റ്റുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാൻ പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേറ്റ് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ ഒന്ന് അരിച്ചെടുക്കുക. അതിനായിട്ട് ഒരു ബൗളിന് മുകളിൽ അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ എടുക്കുമ്പോൾ ലെവലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 നുള്ളി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യമായിട്ടും അരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒറ്റ പ്രാവശ്യമാണ് അരിച്ചെടുക്കുന്നത്. ഇനി അരിപ്പ് മാറ്റിയതിന് ശേഷം വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബേക്കിംഗ് സോഡയും അതേപോലെ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 3 പ്രാവശ്യമായിട്ടാണ് അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ബേക്ക് ചെയ്താലും മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബിരിയാണി ചെമ്പ് എടുക്കുക. ഇതിലേക്ക് റിങ്ങോ അല്ലെങ്കിൽ പ്ലേറ്റോ ഒന്ന് അടിഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇനി കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ വലിയ മുട്ട നോക്കിയിട്ട് എടുക്കാം, എന്നാലേ കേക്കിന് നല്ല പോലെ ഹൈറ്റ് ഉണ്ടാകുള്ളൂ. കൂടെ തന്നെ ഒരു 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പകരമായിട്ട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാകും. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ് ഉള്ളത്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ടൈഗറിൻ്റെ പിസ്ത മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ എസൻസ് ചേർക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവാണ് ഉള്ളത്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം. ഇതിൽ ചേർത്തിട്ടുള്ള ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവണ വരെ തന്നെ അടിച്ചിട്ടെടുക്കാം. അടിച്ചെടുത്ത ബാറ്റർ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവണ വരെ തന്നെ അടിച്ചെടുക്കണം. ഈ ഒരു ബാറ്റർ മൊത്തത്തിൽ ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മൈദൻ്റെ മിക്സിന്ന് കുറച്ചായിട്ട് ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കി എടുക്കണം. ഒന്നിച്ച് ഇട്ടിട്ട് മിക്സാക്കി എടുക്കണ്ട. ഇതുപോലെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് മിക്സാക്കി എടുക്കണ്ട. മൈദയ്ക്ക് നല്ല പോലെ മിക്സായി നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. നോർമലായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉണ്ടാകും. 1/2 കപ്പ് എടുത്തിട്ടുള്ളതാലും ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വിസ്കൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി വിസ്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്പാച്ചിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുത്താൽ മതിയാകും. ഇങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഇങ്ങനെ മൈദൻ്റെ കട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ടിന്നാണോ ഉള്ളത് അതിൽ ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഞാൻ ഇതുള്ളതുകൊണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുത്താലും മതിയാകും. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തുള്ള ഒരു ബാറ്റർ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ ഈ ഒരു ബാറ്ററിന് വേണ്ടത്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ ഒട്ടും ഉള്ളിൽ ഹോൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ ടേപ്പ് ചെയ്ത് കൊടുക്കുക. ടേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പിസ്ത ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളിയാണ്. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി പ്രസ്സായിട്ട് ടേപ്പ് ചെയ്യേണ്ട. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ബിരിയാണി ചെമ്പ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കേക്കിനൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 40 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കിയാൽ മതിയാകും.
ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കുക. കേക്ക് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഉള്ളിൽ വെന്തോ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക. ഇതിൽ ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തർ എടുക്കുന്ന ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കും. തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കേക്ക് ടിന്നിൽ നിന്ന് അങ്ങ് വിടിച്ചെടുക്കാം കേട്ടോ. ഒരു കത്തി വെച്ചിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ വിടിച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കേക്കിൽ നിന്ന് അങ്ങ് വിട്ട് വരികയും ചെയ്യും. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ കൂടെ അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കട്ടാക്കി എടുക്കാനായിട്ട്. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാനും നല്ല ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ഈ ഒരു ഇതിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അത്രയും അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണിത്. ഇനി ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് മിക്സിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്